സംസ്ഥാന വ്യാപകമായ തിരച്ചിലിനിടയിലും അർജുൻ ആയങ്കിയെ പിടികൂടാനാകാതെ പോലീസ്. പാലിയേക്കര ടോൾ പ്ലാസ കടന്ന അർജുൻ ആയങ്കിക്കായി സംസ്ഥാന അതിർത്തി മേഖലകളിൽ അടക്കം ഊർജിത തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഒളിവിലിരുന്നുള്ള അർജുൻ ആയങ്കിയുടെ സമൂഹമാധ്യമ പോസ്റ്റുകളും പോലീസിനെ വെട്ടിലാക്കുന്നുണ്ട്. ഒളിവിലിരുന്നും പോലീസിനെതിരെ ഭീഷണിയും പരിഹാസവും തൊടുത്ത് ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി. പോലീസിന്റെ വ്യാപക തിരച്ചിലിനിടെ തുടർച്ചയായി ലൊക്കേഷൻ മാറ്റി ആയങ്കി. ഇതിനിടെ കേസ് നടത്തിപ്പിന് പണം ആവശ്യപ്പെട്ടും വിമർശനങ്ങളും അവകാശവാദങ്ങളും തുടർന്നും സമൂഹ മാധ്യമ അക്കൗണ്ട് സജീവം. കണ്ണൂർ, തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്ന് ആയങ്കിയുമായി ബന്ധമുള്ള നിരവധി പേരെ ഇതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയിലേക്ക് പക്ഷേ ഇതുവരെ എത്താനായില്ല. പോലീസിനെ വെട്ടിച്ചുള്ള അർജുൻ ആയങ്കിയുടെ ഒളിയുദ്ധം, പിടികൊടുക്കാതെയുള്ള സൈബർ പോര്, കഥയിൽ പക്ഷേ ഇതുവരെ ക്ലൈമാക്സ് ആയില്ല. പ്രതിയിലേക്ക് എത്താൻ എല്ലാ വഴിയും പോലീസ് പയറ്റുന്നു. പോലീസിന്റെ ഊർജിത തിരച്ചിലിനിടെയാണ് ആയങ്കി കഴിഞ്ഞ ദിവസം പാലിയേക്കര ടോൾ പ്ലാസ കടന്നത്. സമൂഹ മാധ്യമ അക്കൗണ്ട് മറ്റാരെയെങ്കിലും ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതെന്നാണ് പോലീസിന്റെ സംശയം. സംസ്ഥാനം വിട്ടിരിക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനിടെ ആയങ്കിക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ആലുവ സൈബർ പോലീസ് കേസെടുത്തത്. മുഖ്യമന്ത്രിയെ അപമാനിച്ച് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. കാടിളക്കിയുള്ള പോലീസ് തിരച്ചിലിനെയും വെടിവെക്കാൻ നിർദ്ദേശം നൽകിയെന്ന പ്രചാരണത്തെയും ഉപയോഗിച്ച് ആയങ്കിക്ക് സമൂഹ മാധ്യമങ്ങളിൽ കവചമൊരുക്കാനും ഒരു വിഭാഗം സജീവമാണ്. തിരുവനന്തപുരത്ത് 5 പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. 3 പേർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലും 2 പേർ തുമ്പ പോലീസ് സ്റ്റേഷനിലും. ഈ 5 പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഒരേ ഒരാൾക്ക് മാത്രമാണെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റഹീസ് റഷീദ്, റിപ്പോർട്ടർ.